രാഹുലും സഞ്ജുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സഞ്ജു എപ്പോഴും വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പം രാഹുലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആളുടെ കളി രീതികളൊക്കെ. പക്ഷെ പലപ്പോഴും സഞ്ജുവിനെ ഇറക്കാതെ രാഹുലിനെയാണ് ഇറക്കാറുള്ളത്. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം? ഒപ്പം കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇന്റർനാഷണൽ ലെവൽ സഞ്ജു കളിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു ഡൊമസ്റ്റിക് ഒരു ടീമും ഒരിക്കലും നമ്മളെടുത്ത് ഇങ്ങനെ പറയത്തില്ല, നമ്മളൊരു കേരളം ഒരു ചെറിയ ടീമാണെന്ന് എപ്പോഴും ഒന്നും പറയത്തില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ആളല്ല ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് അതല്ലാതെ വേറെ കുറേ ക്രൂഷ്യൽ മൊമെന്റ്സ് ടീമിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റിൽ കളിയിലോട്ട് വരാമായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സ് വരുന്നില്ല എന്ന് ചോദിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ആൾക്കാർ പറയും മറ്റേ അവിടെ എന്താ ലോബിയാണോ. അതെ, അതാണ് മെയിൻ ചർച്ച. നമ്മുടെ പ്രിയൻ സാർ ഭയങ്കര ഒരു ക്രിക്കറ്റ് എൻതൂസിയസ്റ്റ് ആണ്. അപ്പോൾ പ്രിയൻ സാർ എപ്പോഴും വിളിക്കും ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലും സാറ് പറയണ്ടായി. എങ്ങനെയാണ് ശ്രീശാന്തുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ തുടങ്ങുകയാണെങ്കിൽ? ശരിക്കും എനിക്കൊരു ഞാനിപ്പം നമ്മുടെ മനോരമയുടെ ഒരു ലഹരി വിമുക്ത അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിന്റെ ഒരു ഇതിൽ നമ്മൾ കുറെ മീറ്റിംഗിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു ലഹരി വിമുക്ത ഒരു കേരളം എന്ന സ്വപ്നം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, നമസ്കാരം. രഞ്ജി ട്രോഫിയിൽ കേരളം അഭിമാനകരമായ നേട്ടമാണ് കൈവച്ചിരിക്കുന്നത്. അപ്പം അക്കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്, സച്ചിൻ ബേബി. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഒട്ടും സമയമില്ലാത്ത സമയത്താണ് ഞാനിവിടെ കൊണ്ട് പിടിച്ചിരുത്തിയിരിക്കുന്നത്. അതിന് ആദ്യമേ ഞാൻ സോറി പറയുന്നു. അപ്പം ഹൗ ഡു യു ഫീൽ നൗ? ഫീലിംഗ് ഗ്രേറ്റ്. അല്ല, നമുക്കൊരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ നമ്മളതിൻ്റെ ഫൈനൽ കളിച്ചു, അതിൻ്റെ ഒരു പാട്ടാവാൻ സാധിച്ചു, അതിനെ ലീഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിലൊക്കെ കുറേ പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു ടൂർണമെൻറ്റിൽ കളിച്ചത്. നമ്മൾ കുറേ ഇന്ത്യയിലുള്ള കുറേ ടീംസ് നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മളും കേരള ക്രിക്കറ്റും കേപ്പബിൾ ആണ് എന്നുള്ളൊരു കാര്യം. നമ്മൾ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം 98 അങ്ങ് ഔട്ടായി പോവുകയാണ്. അപ്പം അതുവരെ ഭയങ്കര കാമായിട്ട് കളിച്ച ആള് ഒരു 6 വേണ്ടിയിട്ടുള്ള ട്രയലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ആണ് എൻ്റെ ഒരു അറിവ്. ശരിക്കും അതൊരു അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അബദ്ധമല്ല, ക്രിക്കറ്റിൽ ഇതാണ് ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. നമ്മൾ ഔട്ടാവുന്നതും എല്ലാം ഷോട്ട് അടിക്കുന്നതും എല്ലാം. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് കൺട്രോൾ ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ആരും ഔട്ടാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോ ഷോട്ടും കളിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബ്രേക്ക് മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ആ ഒരു ഇതിനെ കാണുന്നത്. നമ്മളെല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. എനിക്ക് പേഴ്സണലി അപ്പം കണ്ടുന്നവർക്ക് അത്രയും വിഷമം ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് നിങ്ങളുടെ അവസ്ഥ ആലോചിക്കും എന്തോ വിഷമം ഉണ്ടായി കാണും എന്നുള്ള കാര്യം. പക്ഷെ അതൊക്കെ ഒരു ഗെയിമിന്റെ പാർട്ടാണ്. അത് വെച്ച് നമുക്ക് ഒരിക്കലും, കാരണം ദ ഗെയിം മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ ഇറ്റ് ഷുഡ് ഗോ ഓൺ. അപ്പൊ നമ്മള് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇതൊരു നെവർ എൻഡിങ് ഒരു ചാപ്റ്റർ ആണ്. സോ എവറി ഡേ നമ്മൾ അത് ലേൺ ചെയ്ത് വേണം നമ്മൾ ഗ്രോ ചെയ്യാൻ. അപ്പം നമ്മൾ ഇപ്പൊ ഒരു ഫൈനൽ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കുറച്ച് മിസ്റ്റേക്സ് കാണിക്കുന്ന ഒരു ടീമിനാണ് ഏറ്റവും കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് വിദർഭ നമ്മുടെ ഒപ്പോണന്റ് അവരൊരു ലെസർ മിസ്റ്റേക്സ് അവർ കാണിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു അപ്പർ ഹാൻഡും കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്പം എല്ലാവരും അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ടത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. ആ 98 ആ 6 പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ വേറൊരു ചരിത്രം അവിടെ സംഭവിക്കുമായിരുന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെ കുറെ നെഗറ്റീവ് സൈഡും കൂടെ വന്നിട്ടുണ്ട്. ഈ പോസിറ്റീവിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് എടുത്തത് ആ ഒരു സമയത്ത്? അതല്ല, അതാണ് വേൾഡ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇഫ് ദർ ഈസ് എ പോസിറ്റീവ് ദർ വിൽ ബി ഒരു അതർ സൈഡ് നെഗറ്റീവും ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ ആ സമയത്ത് കൂടുതലൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും എൻ്റെ ആ ഒരു ഗെയിമിൽ തന്നെയാണ്. കാരണം നമ്മൾ ഒരു 5 ഡേ ഗെയിമാണ്. അപ്പം ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടീം ഗെയിമാണ്. അപ്പം ഒരാളുടെ മിസ്റ്റേക്കിൽ ടീമിനെ ആ ഒരു വേൾഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ എടുത്ത് മാക്സിമം നമ്മൾ വീണ്ടും ആ ഒരു തെറ്റ് ചെയ്യാതെ ഇരുന്ന്
മുന്നോട്ട് പോകുക തന്നെയാണ്. അപ്പം ഞാനിപ്പം ഔട്ടായപ്പോഴും ആണെങ്കിലും അത് ഒരു 3-ാമത്തെ ദിവസമായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് 2 ദിവസം കളിയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഞാനൊരു ലീഡർ ആയതുകൊണ്ട്, കാരണം ഞാനിപ്പം ഡൗൺ ആണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ ടീമിനെ ഞാൻ അവിടെ ഡൗൺ ആക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മാക്സിമം എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിൽ നമുക്ക് കാരണം ഒരു 37 റൺസ് എന്ന് പറയുന്നത് നമ്മൾ അത്ര ഒരു വലിയൊരു ലീഡല്ല. ഇപ്പൊ ഒരു 150 റൺ ലീഡിലൊക്കെയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ വീണ്ടും അവർ 150 റൺ അടിക്കുകയാണെങ്കിൽ ഗെയിം ഡിഫിക്കൽട്ട് ആവും. പക്ഷെ നമുക്ക് 57 റൺ ശരിക്കും ഒരു ലീഡ് കുറവായതുകൊണ്ട് നമുക്ക് കളിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളല്ലേ, ഇതൊരു ടീം ഗെയിം ആണ്, നമുക്ക് ആരെയും ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറെ മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ വരാൻ കാര്യം. അതേപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റിൽ ഹെൽമെറ്റിൽ തട്ടിയിട്ടാണ് ആ ഒരു ക്യാച്ചിലേക്ക് പോകുന്നത്. അതാണ് ഫൈനൽസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. ഈ 98 ഔട്ടാവുന്നതും ഈ ഹെൽമെറ്റ് തട്ടി ഒരു മൂമെന്റും ഭയങ്കരമായിട്ട് നമ്മൾ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടതെന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ വിചാരിച്ചു, ഈശ്വര ഇത് എങ്ങോട്ടാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പൊ എന്താ വിചാരിച്ചേ? അല്ല, അതിന് മുന്നേ നമ്മൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണല്ലോ നമുക്ക് ക്രിക്കറ്റിൽ ഒരു സൈൻ നമുക്ക് കിട്ടും. ലൈക്ക് നമുക്ക് ഇപ്പം നമ്മൾ നല്ലൊരു മാച്ച് ജയിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കയ്യിലുള്ള ഗെയിം നമ്മൾ ജയിക്കുവാണെങ്കിൽ നമുക്കത് ഈ സീസൺ നമ്മുടെ ആണ് എന്നുള്ള ഒരു സൈൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ട്. കുറേ യൂണിവേഴ്സ് കുറേ സയൻസ് കാണിച്ചു തരും. അപ്പം അതുപോലത്തെ ഒരു മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു ഹെൽമെറ്റിൽ തട്ടിയ ഒരു പന്ത്. അപ്പം അതിനു മുന്നേ നമുക്ക് വേണമെങ്കിൽ ആ ഹെൽമെറ്റിൽ തട്ടി വേറെ എങ്ങോട്ടും പോവായിരുന്നു. പക്ഷെ അവിടെ തന്നെ കാരണം 2 റൺസേ ആവശ്യമുള്ളൂ. അപ്പം ആ ഹെൽമെറ്റ് തട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ബൗണ്ടറിയും പോയേനെ. അപ്പൊ അത് കറക്റ്റ് കയ്യിൽ വന്നപ്പോഴാണെങ്കിലും നമ്മൾ തോന്നി, ഓക്കെ ഈ സീസൺ നമ്മുടെയാണ്, ഈ സീസൺ നമുക്കുള്ളത്, ആ ട്രോഫി നമുക്കുള്ളതാണെന്നൊക്കെ ഒരു തോട്ട് നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ക്വാർട്ടർ ഫൈനലിലോട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സംതിങ് നമ്മൾ സീസൺ എന്തോ ഒരു വൈബ് നമുക്ക് എല്ലാ പ്ലേയേഴ്സും അത് നമ്മൾ എല്ലാ വർഷം പറയുകയുണ്ടായി. നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സീസണിൽ എന്തോ വലുതുണ്ട് എന്ന രീതിയിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സും ആ ഒരു പോസിറ്റീവായിട്ട് നോട്ട് പറയുകയുണ്ടായി. അപ്പം അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം അതൊക്കെ നമ്മൾ ഈ ലക്ക് എന്ന് പറയുന്ന സാധനം ക്രിക്കറ്റിൽ ഉള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ക്രിക്കറ്ററിന് ഒരു ടീമിന് ആ ഒരു ലക്ക് എപ്പോഴും ഫേവർ ചെയ്യണം. അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വർഷം വന്നു. അപ്പോൾ ആ ലക്ക് വന്നത് ചുമ്മാ ടപ്പെന്ന് വന്നൊരു കാര്യമല്ല. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരള ടീമിന്റെ ഒരു എഫേർട്ടിന്റെ ഫലമായിട്ടാണ് ലക്കൊക്കെ നമുക്ക് വന്നത്. അപ്പം ഇനിയും, കാരണം ഇത് ഞാനിപ്പോൾ നമ്മുടെ ടീമിനോടും പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം വിദർഭ എന്ന ടീമിനെ നോക്കുക, കഴിഞ്ഞ കൊല്ലം അവർ നമ്മുടെ ഒരു പൊസിഷനിലായിരുന്നു. അപ്പോൾ അവർ അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കളിച്ച് കുറേ പ്ലേയേഴ്സിനോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനലിൽ കാണിച്ചു, അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലൂസിങ് സൈഡിൽ പോയത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതൊക്കെ മറികടന്ന് അവർ തിരിച്ചു പോയി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വന്ന് ഈ വർഷം അവർ കപ്പടിക്കുകയുണ്ടായി. അപ്പം നമുക്കും അതൊരു വലിയൊരു മോട്ടിവേഷനാണ്. നമ്മൾ എല്ലാം മറികടന്ന് ഈ വർഷം നന്നായിട്ട് കളിച്ച് നമ്മൾ അടുത്ത വർഷം നമ്മൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നോക്കും. ഓക്കെ, ഇപ്പൊ സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം കപ്പ് നമുക്കുള്ളതാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ആ ഒരു ബിലീഫാണ് നമ്മൾ ഈ ടീമിനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയത് ഈ സീസൺ ഫുള്ള്. കാരണം നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും കളിച്ചതും ഈ ഒരു സീസണിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത സീസണെ നമ്മൾ കാണുന്നത്. കാരണം നമ്മളിപ്പം ഒരു ഡൊമസ്റ്റിക് ഒരു ടീമും ഒരിക്കലും നമ്മളെടുത്ത് ഇങ്ങനെ പറയത്തില്ല, ഒരു കേരളം ഒരു ചെറിയ ടീമാണെന്ന് എപ്പോഴും ഒന്നും പറയത്തില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ച് നമ്മളൊരു കയ്യൊപ്പ് അവിടെ ചാർത്തി. നമ്മൾ കേരള ടീം ഒട്ടും മോശമല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗെയിം തന്നെ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ തന്നെ കരുൺ നായർ ഒരു മലയാളിയാണ്, ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെന്റിൽ ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ഏറ്റുമുട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പം കരുൺ നായരിനെ ഓപ്പോസിറ്റ് കണ്ടപ്പം എന്തായിരുന്നു വിചാരിച്ചേ, ഈശ്വര ഞാൻ ഇവനോട് മത്സരിക്കണം അല്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ അതിന് മുന്നേ കർണാടകയ്ക്കാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർണാടക കളിക്കുമ്പോഴാണെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ മലയാളി ആകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ബോണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടുള്ള നമ്മൾ പരിചയമാണ്, കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ വീണ്ടും വിദർഭ ടീമിലായപ്പോഴും ഒരു മലയാളി തന്നെയാണ് മറ്റൊരു മലയാളിക്ക് പണിയും കൊടുത്തത് അവിടെ. കാരണം കരുൺ നായരുടെ ഒരു ഇന്നിങ്സ് ശരിക്കും അവിടെ ഭയങ്കരമായിട്ട് ചെയ്തു. ബാക്കി എല്ലാവരും ആ ഒരു വിക്കറ്റിൽ കഷ്ടപ്പെട്ടപ്പോഴത്തേക്കും കരുൺ നായർ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ്റെ ക്ലാസ് അവിടെ പ്രകടമായി. നല്ല 2 ഇന്നിങ്സിലും നല്ല രീതിയിൽ കളിച്ച് നമുക്ക് കാരണം 2 ഇന്നിങ്സിലും അവൻ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു ക്രൂഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു 3 വിക്കറ്റിന് ശേഷമാണ് അവൻ ക്രീസിൽ വന്നത്. സെക്കൻഡ് ഇന്നിങ്സിൽ പെട്ടെന്ന് 2 വിക്കറ്റ് പോയി കഴിഞ്ഞിട്ടാണ് അവൻ വന്നിട്ട് ആ ഒരു ഗതി തന്നെ മാറ്റി കളഞ്ഞു ഗെയിമിന്റെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ ഒരു ടേണിംഗ് പോയിന്റ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക്
എന്താ പറയാ എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് അതെ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. Yes, yes. ഓക്കെ, അതേപോലെ തന്നെ ഒരിക്കലും ഒരു പരാജയം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അതിപ്പോ ഇൻ കേസ് നമ്മുടെ തന്നെ ആണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ സച്ചിൻ ചെയ്തത് ഇത് എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, പരാജയം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. Yeah. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാൻ കാരണം? എന്തോ ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിന്റെ ബാക്കിൽ വരാനുള്ള സാധ്യതയുണ്ട് Yeah. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ. അപ്പം ആ സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ പറയാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? അല്ല ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാല് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ആളല്ല ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്, അതല്ലാതെ വേറെ കുറെ ക്രൂഷ്യൽ മൊമെന്റ്സ് ടീമിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റിൽ കളിയിലോട്ട് വരായിരുന്നു. പക്ഷെ ആസ് എ ഒരു ലീഡർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. കാരണം നമ്മൾ ഒരു ടീം ജയിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ ക്രെഡിറ്റ് വരുന്നത് ആ ഒരു ക്യാപ്റ്റനാണ്. ഇപ്പൊ പ്ലേയേഴ്സ് എന്തൊക്കെ ചെയ്താലും ആ ഒരു ക്യാപ്റ്റനെ തന്നെയാണ് എപ്പോഴും നോട്ടീസ് ചെയ്യത്തുള്ളൂ. പക്ഷെ അപ്പൊ ഒരു കളി നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു സെയിം അത് തന്നെ എടുക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് വേണമെങ്കിൽ എനിക്കും ഇത് പറഞ്ഞ പോലെ എനിക്കും കൈവഴിയാം. ഓക്കെ, അതല്ലാതെ എത്ര പേര് ഞാൻ ഒറ്റയ്ക്കല്ലോ കളിക്കുന്നേ, ബാക്കി എല്ലാവരും എത്ര പേര് കളിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ യെസ്, ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ആ ഒരു മൊമെന്റ് തന്നെയാണ് ടീമിൽ ഭയങ്കര ക്രൂഷ്യലായിട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി, കാരണം ഞാൻ ചെറുപ്പം മുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളാണ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ തന്നെയാണ് എൻ്റെ എപ്പോഴും ബെസ്റ്റ് എൻ്റെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലെടുത്തത്. ഓക്കെ, അപ്പം IPL വരുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് IPL എക്സ്പെക്ടേഷൻസ് എന്താണ്? IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഓൾറെഡി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്യും. അപ്പം അപ്പോഴും എക്സ്പെക്ടേഷൻ എപ്പോഴും ഹൈ തന്നെയാണ്. നമുക്ക് അങ്ങനത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിലും പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കാരണം ഈ ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രിപ്പറേഷനാണ്. അപ്പം അതിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന പെർഫോമൻസ് എല്ലാം വന്നത്. അപ്പോൾ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആഗ്രഹം. അത് തന്നെ എക്സ്പെക്ടേഷൻ എപ്പോഴും ഹൈ തന്നെയാണ്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ മലയാളിയുടെ സ്വാന്നിധ്യം വളരെ കുറവാണ്. ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഇന്റർനാഷണലിലാണെങ്കിലും വളരെ അപൂർവമായിട്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ വരുന്ന സഞ്ജു ആണെങ്കിലും അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മലയാളികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലേ, അല്ലെങ്കിൽ മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. അല്ല, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നമ്മൾ ഏറ്റവും വലിയ ശക്തികളാണ് മുംബൈ എന്നൊക്കെ പറയുന്നത്. മുംബൈ, ഈവൻ കർണാടക, തമിഴ്നാടു, ഡൽഹി, ബംഗാൾ, അവരൊക്കെ നോക്കുവാണെങ്കിൽ. പക്ഷെ അവരൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം എന്തുകൊണ്ടാണ് മുംബൈ ഒരു വലിയൊരു ടീമാണെന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ രഞ്ജി ട്രോഫി ടൈറ്റിൽസിന് അവർക്ക് 42 തവണ അവർ ആ ഒരു രഞ്ജി ട്രോഫി ടൈറ്റിൽസ് തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ കുറേ സമയം അവർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സ് വരുന്നില്ല എന്ന് ചോദിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ആൾക്കാർ പറയും മറ്റേ അവിടെ എന്താ ലോബിയാണോ, അങ്ങനെയൊന്നും അല്ല. അതെ, അതാണ് മെയിൻ ചർച്ച, ലോബിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്ക് ധോണിയുടെ വിഷയമാണെങ്കിലും ഗാംഗുലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അവർ മലയാളികൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒത്തിരി ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ പെർഫോമൻസ് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ത്യയിൽ ഒരു ക്രിക്കറ്ററിനും ഇപ്പം പെർഫോം ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സീസൺ രഞ്ജി ട്രോഫി സീസണിൽ ഒരു 1000 റൺ അടിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു പ്ലെയറിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അതൊരു റെക്കോർഡാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം 830 റൺസ് ഞാൻ 2 സീസണിൽ അടിച്ചപ്പോഴും എനിക്ക് ദുലീപ് ട്രോഫി സെലക്ഷൻ കിട്ടി. അതിന് മുന്നേ ഞാൻ ഇന്ത്യ A ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പെർഫോമൻസിൻ്റെ ഇതിൽ വന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരള ടീം ഇപ്പം ഫൈനൽ കളിച്ചു. അതൊരു വലിയൊരു ചരിത്ര മുഹൂർത്തമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കളിച്ച എല്ലാ പ്ലേയേഴ്സിനും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ IPL വലിയൊരു എക്സ്പോഷറാണ്. അപ്പോൾ അതിൽ കളിച്ച പ്ലേയേഴ്സിനെയാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ സഞ്ജു, ഞാൻ, ബേസിൽ തമ്പി, വിഷ്ണു വിനോദ്, ഈ 4 പേരാണ് നമ്മളൊരു 2 മിനിമം 3 വർഷമെങ്കിലും IPL കളിച്ച ആൾക്കാർ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നെയിമുള്ള ഒരു പ്ലേയേഴ്സും അവർ തന്നെയാണ്. അപ്പം ഇപ്പം നമ്മൾ ഫൈനൽ കളിച്ചു. അപ്പോൾ ഇതിലുള്ള ഇപ്പം മുഹമ്മദ് അസുദ്ദീൻ ആയിക്കോട്ടെ, സൽമാൻ നിസാർ, നിതീഷ്, ബേസിൽ NP, ബാക്കിയുള്ള റോഹനസ് കുന്നുമ്മൽ, അവരുടെയൊക്കെ പേര് നമ്മളെ പേര് പോലെ അവരിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടത് ഒരു ലെയർ ഒരു ലെവലിൽ അവരെത്തി. ഇനി അടുത്ത വർഷവും ഇവരെ ആൾക്കാർ നോക്കും എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഇനിയാണ് നമുക്കുള്ള റെക്കഗ്നേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇനിയും ഇപ്പോൾ ഒരു തവണ നമ്മൾ കളിച്ചാൽ പോരാ, ഒരു ഫൈനൽ കളിച്ചാൽ പോരാ. ഇനിയും നമ്മൾ അവിടെ പോയി നമ്മൾ ട്രോഫീസ് അടിച്ചാൽ മാത്രമാണ് നമുക്ക് പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു വിന്നിങ് ടീമിന്റെ പ്ലേയേഴ്സിനെയാണ് ഓരോ ടീമുകളും നോക്കുക. കാരണം ഈ ടീമിനെ അവന് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം. അപ്പോൾ അത് എല്ലാ IPL ടീമിന്റെയും ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാണ്. ടീമിനെ ജയിപ്പിക്കാൻ പറ്റുമോ, അതാണ് അവരുടെ നോക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് ടീം ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ
തീർച്ചയായിട്ടും അവർക്കും അങ്ങോട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ആയിക്കോട്ടെ IPL ഡിഫറെൻറ്റ് ടീം ആയിക്കോട്ടെ അവർക്കും ഒരു അവസരമുണ്ട്. ഓക്കെ, നമ്മൾ ഇന്റർനാഷണൽ ടീമിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിനെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. സഞ്ജു ഒപ്പം കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇന്റർനാഷണൽ ലെവൽ സഞ്ജു കളിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എപ്പോഴും ഒരു പ്രൗഡ് തന്നെയാണ്. കാരണം അതുപോലെ അവിടെ എത്തിച്ചേരുക ഒട്ടും ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ അവിടെ എത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഹഡിൽസ് നമുക്ക് അറിയാം പേഴ്സണലി. അപ്പം സഞ്ജു ആണെങ്കിൽ ഇപ്പോൾ ഒരു IPL ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പം അതൊക്കെ നമുക്ക് ആസ് എ ക്രിക്കറ്റർ നമുക്കറിയാം എന്ത് ഒരു പാടുപെട്ടവരായിരിക്കും ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളതെന്നൊരു കാര്യം. അപ്പം എപ്പോഴും സഞ്ജുവിന് എപ്പോഴും ആ ഒരു റെസ്പെക്റ്റ് എനിക്കുണ്ട്. കാരണം ഒട്ടും എളുപ്പമില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ഒരു ക്രിക്കറ്റർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എപ്പോഴും പുറകെ വരുന്നത്. അപ്പോൾ അത് സഞ്ജുവിന് ഭയങ്കര ഒരു നല്ല രീതിയിൽ അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും മെസ്സേജ് ചെയ്യും, ഇപ്പോൾ നമ്മൾ മാച്ചിന് മുന്നേ നമ്മൾ മെസ്സേജ് ചെയ്യും. കാരണം നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് ആസ് എ മലയാളി. നമ്മുടെ ഒരു പ്ലെയർ അവിടെ പോയി ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പൺ ചെയ്യുന്നു, 100 അടിക്കുന്നു, IPL ടീമിലെ ക്യാപ്റ്റൻ ചെയ്യുന്നു ഒക്കെ പറയുമ്പോൾ നമുക്കും ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്കും ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്, നമുക്ക് ടോപ്പിൽ ലെവലിലുണ്ട് നല്ല കാര്യം. അതിൽ വളരെ സന്തോഷം. ഓക്കെ, സഞ്ജുവിനെ എടുക്കുകയാണെങ്കിൽ സഞ്ജുവിനെ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, IPL നന്നായിട്ട് പെർഫോം ചെയ്യും, ടീമിലേക്ക് വരുമ്പം ചിലപ്പം പലപ്പോഴും പെർഫോം ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. സച്ചിൻ്റെ നിഗമനത്തിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു രീതി വരുന്നത്? എന്തുകൊണ്ടാണ് അത്? നമ്മൾ ആസ് എ പ്ലെയർ എനിക്ക് ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ കേരള ടീമിൽ കളിക്കുമ്പോഴത്തേക്കും എനിക്കറിയാം ഐ വിൽ പ്ലേ, എനിക്ക് ഓൾ ദ ഗെയിംസ് എന്നുള്ളൊരു കാര്യം അറിയാം. അപ്പം എനിക്ക് അവിടെ പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ബിക്കോസ് ഒരു മാച്ച് ഞാൻ ഫെയിൽ ചെയ്താലും എനിക്ക് അടുത്ത മാച്ച് കംബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്കൊരു ഭയങ്കര ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ അപ്പം സഞ്ജുവിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും സഞ്ജുവിനും സെയിം ഇതാണ്. IPL ഹി നോസ്, കാരണം അവൻ എല്ലാ മാച്ചും കളിക്കും എന്ന് അവനറിയാം. അപ്പോൾ ഒരു മാച്ച് ഫെയിൽ ചെയ്താലും അവനറിയാം ഓക്കെ ഐ ക്യാൻ കം ബാക്ക് എന്നുള്ള ഒരു എൻ്റെ സെയിം സിറ്റുവേഷൻ ആണ്. ഇപ്പം ഞാനിപ്പോൾ IPL കളിക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഒരു മാച്ച് ഞാൻ പെർഫോം ചെയ്തില്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, അടുത്ത മാച്ച് ഞാൻ കളിക്കുമോ. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് എപ്പോഴും ഒരു ഇതിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പം 2016 RCB കളിക്കുമ്പോഴത്തേക്കും എന്നോട് വിരാട് കോഹ്ലി പറഞ്ഞ 5 മാച്ചാണ് എനിക്ക് അവസരം കിട്ടുന്നത്. അപ്പം പറഞ്ഞൊരു കാര്യമാണ്, സച്ചിൻ എനിക്ക് എൻ്റെ വക്കർ ടിക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യു വിൽ പ്ലേ ഓൾ ദ ഗെയിംസ് ഫോർ മീ, ജസ്റ്റ് ഗീവ് യുവർ 120% ഓൺ ദ ഫീൽഡ്. അതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മളോട് അടുത്ത് പറയുകയാണ് ഇങ്ങനെ നീ എല്ലാ മാച്ചും കളിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ ആ തിങ്കിങ് ഇല്ല, ഞാൻ ടീമിൽ നിന്ന് ഡ്രോപ്പ് ആവും എന്നുള്ളൊരു തിങ്കിങ് നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് സഞ്ജു. ഇപ്പം IPL അവൻ എല്ലാ മാച്ചും കളിക്കുന്നവനറിയാം. ഇന്ത്യൻ ടീമിൽ എത്തുമ്പോഴത്തേക്കും അവൻ ആദ്യത്തെ കുറച്ച് ഒരു സമയങ്ങളിൽ അവൻ ആ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു മാച്ച് കളിക്കുന്നു, പിന്നെ അടുത്ത സീസണിൽ ഉണ്ടാവുന്നില്ല, ഒരു മാച്ച് കിട്ടുന്നു, പിന്നെ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ടീം മാനേജ്മെന്റ് അവനെ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സൂര്യകുമാർ യാദവും പിന്നെ ഗൗതം ഗംഭീറും കോച്ചും. അപ്പം ആ ഒരു ബാക്കിങ് തന്നെയാണ് സഞ്ജുവിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് പെർഫോമൻസ് നോക്കിയാൽ മതി. അപ്പം ആ ഒരു 100 അടുപ്പിച്ചൊരു 300 അടിച്ച ആ ഒരു സീരീസ് തൊട്ട് എല്ലാ സീരീസ് നോക്കുകയാണെങ്കിൽ ആ ഒരു പെർഫോമൻസ് അവനെ എപ്പോഴും ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സഞ്ജുവിന് അറിയാം ഞാൻ അവിടെ കളിക്കും, സ്ഥിരമായിട്ട് ഞാൻ ആ ഓപ്പണറിൽ ഞാൻ അഭിഷേക് ശർമ്മയാണ് ഓപ്പണർ എന്ന് അവൻ അറിയാം. അപ്പൊ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പൊ എനിക്കൊന്ന് ഇനിയാണ് സഞ്ജുവിന്റെ കാലം വരാൻ പോകുന്നത്. 100%. ഓക്കെ, അപ്പം സഞ്ജുവിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പം കൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് സച്ചിൻ ബേബി ഇന്റർനാഷണൽ ലിസ്റ്റിലേക്ക് വരിക അല്ലെങ്കിൽ കളിക്കുക എന്നുള്ളതാണ്. എന്താണ് ലേറ്റ് ആവുന്നത്? ലേറ്റ് അല്ല, അതിന് എല്ലാത്തിനും അതിന്റെ, കാരണം എല്ലാ പ്ലേയേഴ്സിനും ഒരു ഇന്ത്യ കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ എനിക്ക് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പം നൗ ഐ ആം 36 ഒരു ലെവലിലാണ് ഞാനിപ്പം. അപ്പം ഞാൻ എപ്പോഴും ഒരു ലെവലിലാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഭയങ്കര, കാരണം അവരെപ്പോഴും ഒരു യങ്സ്റ്റേഴ്സിനെയാണ് അവർ നോക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം ആ ഏജ് അല്ല. നമ്മൾ ഇഫ് യു ആർ ഫിറ്റ്, ഇഫ് യു ആർ സ്കോറിങ് ലോട്ട് ഓഫ് റൺസ്, സ്റ്റിൽ ഐ ഹാവ് എ ചാൻസ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം IPL എപ്പോഴും ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ തന്നെയാണ്. IPL പെർഫോമൻസ് എപ്പോഴും ആൾക്കാർ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ജേർണി നോക്കുവാണെങ്കിലും എനിക്ക് ഇന്ത്യ A വരെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ദുലീപ് ട്രോഫി ഞാൻ കളിച്ചു. അപ്പം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു കറക്റ്റ് ഈ പറഞ്ഞ പോലെ ആ ഒരു മാച്ച്, ഒരു എന്താ പറയുക, ആ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ദുലീപ് ട്രോഫി ഞാൻ ഫൈനലിൽ കളിച്ചു. ആ ഫൈനലിലാണെങ്കിലും എനിക്ക് ഞാൻ 35 റൺസാണ് അടിച്ചത്. അപ്പോൾ എനിക്ക് അതൊരു 100 അടിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഇന്ത്യ A ടൂറിൽ ഞാൻ ഉണ്ടായേനെ. പക്ഷെ അപ്പോൾ എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഗ്രാബ് ചെയ്ത് കിട്ടിയില്ല. പക്ഷേ സ്റ്റിൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും
അത് ഗ്രാബ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ് ഇന്ത്യ കളിക്കണം എന്നുള്ളൊരു കാര്യം. ബട്ട് അതൊരു ലോങ് ജേർണിയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ച് എൻ്റെ നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് എൻ്റെ ബെസ്റ്റ് ഞാൻ എപ്പോഴും എടുക്കും. ഓക്കെ, ഈ ഒരു മൂമെന്റിൽ നിൽക്കുമ്പോൾ മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അവിടുന്ന് വേണ്ടപ്പെട്ട ആരെങ്കിലും കോൾ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, കോള് നമ്മുടെ വിഷസ് എപ്പോഴും നമ്മളെ ഇത് ചെയ്തു. ഇപ്പൊ നമ്മുടെ പ്രിയൻ സാർ ഭയങ്കര ഒരു ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് ആണ്. അപ്പോൾ പ്രിയൻ സാർ എപ്പോഴും വിളിക്കും. ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലും സാറ് പറയണ്ട എന്നാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ഒരു രഞ്ജി ട്രോഫി നേടുക എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതിലെത്തി. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും സിനിമയിലുള്ള ഇപ്പൊ ഉണ്ണി മുകുന്ദൻ നിങ്ങള് സുഹൃത്തുക്കളാണല്ലേ? ഞാൻ അവരുടെ മെന്ററാണ്. ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു നിങ്ങൾ മാളികപ്പുറം സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നത്. ഉണ്ണിയായിട്ട് ഭയങ്കര നല്ല ബോണ്ടാണ്. ചാക്കോച്ചനാണല്ലോ ഞാൻ നമ്മുടെ CCL ടീമിന്റെ മെന്ററായിരുന്നു. അപ്പൊ അവരെ ആ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ ആക്ടേഴ്സായിട്ടും വലിയ ഒരു ബന്ധമുണ്ട്. എപ്പോഴും അവർ അവരും എപ്പോഴും ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടതും, ക്രിക്കറ്റിലോട്ടുള്ള ആൾക്കാർ. നമ്മുടെ അർജുൻ നന്ദകുമാർ, ജോൺ, എല്ലാവരും, പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, സൈജു ചേട്ടൻ, അവരൊക്കെ ആയിട്ട് എപ്പോഴും, സൈജു കുറുപ്പ് ചേട്ടൻ. അപ്പൊ എല്ലാവരും അവര് ആ ഒരു വിശ്വസ് എപ്പോഴും അറിയിക്കും. അവർ കളി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കേരളം ജയിക്കുമ്പോഴും ഞാൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ സപ്പോർട്ട് അതൊരു ഹൈ തന്നെയാണ്. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ ഒരു സപ്പോർട്ട് വലിയ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ആ ഒരു നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അവർ തരുന്ന ഒരു എഫേർട്ട് ആയിക്കോട്ടെ, ഇതെപ്പോഴും ഭയങ്കര ഹൈ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമ്മളിപ്പോൾ എത്തിയത്. ഓക്കെ, ഇപ്പം കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് വളർന്നു വരുന്ന ആളുകളാണ് സൽമാൻ, അതുപോലെ തന്നെ റോഹൻ കുന്നുമേൽ, അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ ഇവരെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ എന്താണ്? അവര് ഭയങ്കര ടാലന്റഡ് യങ്സ്റ്റേഴ്സ് തന്നെയാണ്. അവർ യങ്സ്റ്റേഴ്സ് പറയുമ്പോൾ അവർ സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ അവരും എന്താ പറയില്ല, അവർക്കും ഒരു ഡ്രീം സീസൺ തന്നെയായിരുന്നു. റോഹന് അവരുടെ ബെസ്റ്റ് വന്നില്ലെങ്കിൽ പോലും റോഹന്റെ ഒരു ക്ലാസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പം റോഹൻ നമ്മുടെ കേരള ടീമിന്റെ സച്ചിൻ ടെണ്ടുൽക്കറാണ് റോഹൻ. അപ്പം റോഹന്റെ ആ ഒരു ക്ലാസ് ബാറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ബാറ്റിംഗ് കാണാൻ. ഈ വർഷം അവനൊരു വലിയൊരു ഇത് തുടക്കം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ഐ ആം ഷുവർ അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ വീണ്ടും നല്ല രീതിയിൽ തിരിച്ചു ഒരു ചാമ്പ്യൻ പ്ലെയർ തന്നെയാണ്. സൽമാൻ നിസാർ ആണെങ്കിലും നമ്മുടെ കുറെ ഒരു ലാസ്റ്റ് 10 years ആയിട്ട് നമ്മുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സീസൺ തന്നെയായിരുന്നു സൽമാനും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ക്രിക്കറ്ററാണ് സൽമാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ടാണ് നമുക്ക് ഈ റൺസ് വഴി നമുക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഹി വിൽ ഓൾസോ, ഇപ്പം അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അപ്പം ഈ ഒരു കൊല്ലം ഒരു 600 റൺ അടിക്കാൻ ഈസിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം വന്നിട്ട് ആ ഒരു 600 റൺ അടിക്കാനാണ് ഏറ്റവും പാട്. അപ്പോൾ നമ്മുടെ എഫേർട്ട് എപ്പോഴും ഹൈ, അതിൻ്റെ ഇരട്ടിയായിരിക്കണം നമ്മൾ വീണ്ടും ചെയ്യണമെങ്കിൽ. അപ്പം അവരത് ചെയ്യും, കാരണം അവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് പെർഫോം ചെയ്ത് കേരള ക്രിക്കറ്റിനെ അവരെ പ്രൗഡാക്കും. നമ്മൾ കളി കമ്പയർ ചെയ്യുമ്പോൾ KL രാഹുലും സഞ്ജുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സഞ്ജു എപ്പോഴും വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പം KL രാഹുലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആളുടെ കളി രീതികളൊക്കെ. പക്ഷെ പലപ്പോഴും സഞ്ജുവിനെ ഇറക്കാതെ KL രാഹുലിനാണ് ഇറക്കാറുള്ളത്. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നേ? എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് അവരെ ഓരോ സ്റ്റൈലിലായിരിക്കും അവർ പ്രകടനം എടുക്കുന്നത്. കാരണം ഇപ്പം ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, സഞ്ജുവിനെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. റീസെൻ്റ് ഒരു പെർഫോമൻസിലൊക്കെ, മാച്ചസിലൊക്കെ നമ്മൾ കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു KL രാഹുലിനെ അവർ T20 അവർ കൺസിഡർ ചെയ്യുന്നില്ല, സഞ്ജുവിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേനെ ആയിരിക്കും അവിടെ അവർ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നത്. അപ്പൊ സഞ്ജു ശരിക്കും ഒരു ഫാസ്റ്റ് സ്കോറിങ് ഒരു പ്ലെയർ ആണ്. അതാണ് അവൻ്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. വൺ ഡേയിലും സഞ്ജുവിന്റെ നമ്മൾ കണ്ടാണ്, നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ഇന്നിങ്സ് നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പം ഇന്ത്യൻ ഇത് നോക്കുമ്പം ഓരോ പൊസിഷനാണ്. അപ്പം ഓരോ പൊസിഷൻ സഞ്ജു ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിലാണ് സഞ്ജു ഓപ്പൺ ചെയ്തിട്ടാണ് ആ ഒരു സ്കോറൊക്കെ നേടിയത്. അപ്പോൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും അവരെ നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ KL രാഹുൽ ബാറ്റ് ചെയ്യണത് മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യണത്. അപ്പൊ എനിക്ക് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും ഓപ്പണിംഗ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ സഞ്ജുവിനെ മാറ്റി ഇപ്പൊ KL രാഹുലിനെ ആ ഒരു പൊസിഷനിലോട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം
വെൻ രോഹിത് ശർമ്മ നമ്മുടെ ടീമിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സഞ്ജുവിന് അവരെന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പലപ്പോഴും നമ്മൾ കാണുന്നത് KL രാഹുലും സഞ്ജുവും ഒരുമിച്ച് ടീമിലുള്ള സമയത്ത് പലപ്പോഴും സഞ്ജു ബെഞ്ചിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം വീണ്ടും മലയാളി താരത്തിന് അവസരം കൊടുക്കുന്നതിലുള്ള ഒരു ചർച്ച പൊതുവെ വരുന്നുണ്ട്. അത് ശരിയാണോ? അല്ല, അത് ഞാൻ പറയില്ല, അത് അവരുടെ ഒരു ഇതാണ്, അവരുടെ ടീം മാനേജ്മെന്റ് ഒരു ടേക്കാണ്. ആരാണ് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അപ്പൊ എനിക്കൊന്ന് ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സൈഡിലുണ്ടായിരുന്നത് കുറെ കാലം മുന്നേ ഞാൻ തോന്നുന്നു. അപ്പൊ റീസെന്റ് ആയിട്ടൊന്നും ഒരിക്കലും അവര് സഞ്ജുവിനെ അവർ പുറത്തിരുത്തിയിട്ടില്ല. എന്തായാലും സഞ്ജുവിന് ബാക്കിംഗ് കൊടുത്തിട്ടുണ്ട്, കാരണം അത്രയും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സഞ്ജു. അപ്പം എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും, കാരണം സഞ്ജു ഒരു ബ്രില്യൻ ഫീൽഡർ കൂടെയാണ്. കേരളാവിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്നതും സഞ്ജു തന്നെയാണ്. അപ്പം വൺസ് ഇപ്പൊ അവർ രണ്ടുപേരും ടീമിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കീപ്പ് ചെയ്യാനുള്ളത് നോക്കുകയാണെങ്കിലും അവിടെ ആ ഒരു ആരാണ് ബെസ്റ്റ് ഫീൽഡർ എന്നുള്ള രീതി അതുകൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ കളികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളികൾ സംസാരിക്കുമ്പോൾ ശ്രീശാന്ത് എന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. എനിക്ക് ആദ്യമേ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അറിയേണ്ടത്. പലപ്പോഴും പല വീഡിയോസിലും ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ രണ്ട്. എങ്ങനെയാണ് ശ്രീശാന്തുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ തുടങ്ങുകയാണെങ്കിൽ? ശ്രീ ശരിക്കും എനിക്കൊരു എൽഡർ ബ്രദർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ എപ്പോഴും ഒരു എല്ലാവർക്കും വേണ്ട ഒരു ആളാണ്, ഒരു മെൻഡർ. ഏതൊരു ഫീൽഡിലായിക്കോട്ടെ ഒരു മെൻഡർ എപ്പോഴും ഒരു ആവശ്യമാണ്, ഒരു വഴികാട്ടി എന്ന് പറയുന്ന ഒരാള്. അപ്പോൾ അത് ശ്രീ നമ്മുടെ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ഒരാളാണ് ശ്രീ. കാരണം ശ്രീ ഇന്ത്യൻ ടീമിൽ കളിച്ച് അവിടെ അവിടെ എത്താൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിയാൻ പറ്റുന്ന ഒരു ആളാണ് ശ്രീ. അപ്പൊ അത് നമുക്ക് വേറെ ആളുടെ നമുക്ക് ചോദിച്ചാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം ശ്രീയോട് നമുക്കൊരു വലിയൊരു ഫാൻ ആയിരുന്നു, കാരണം ശ്രീയുടെ ഇന്ത്യ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോളിംഗ് ആയിക്കോട്ടെ വലിയൊരു ഇത് തന്നെയായിരുന്നു. അപ്പൊ അതിനുശേഷം എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ ഇത് ചെയ്തിട്ട് പിന്നെ നമ്മൾ രണ്ടുപേരും കോതമംഗലം കാരുമാണ്. അപ്പൊ ആ ഒരു ബോണ്ടിങ് വേറെ. പിന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ചാണ്, നമ്മൾ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഈവൻ അമ്മയായിട്ടും ശ്രീയുടെ വൈഫായിട്ടും മക്കളായിട്ടും ഒക്കെ നല്ലൊരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു മുതിർന്ന ചേട്ടൻ തന്നെയാണ്. അപ്പൊ അത് എപ്പോഴും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരാൾ. ഇപ്പൊ നേരത്തെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തതിന്റെ കാര്യം മെയിനായിട്ടും ശ്രീയിൽ നിന്ന് പഠിച്ചിട്ടാണ് പറഞ്ഞതാണ്. അപ്പൊ ശ്രീ ആണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ലൈക്ക് വെൽ ഡൺ, നീ കിടിലമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടാവും. പക്ഷെ വെൻ യു ലൂസ് നമുക്ക് ആകെ വരുന്നത് ആ ആൾക്കാരാണ് നമ്മുടെ ജെന്യൂൻ ആയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട്. അപ്പൊ ഞാൻ എപ്പോഴും അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനിപ്പോ ഒരു റൺ അടിക്കുമ്പോഴത്തപ്പോ എനിക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വരുന്നത് അത് ശ്രീയുടെ ആയിരിക്കും. ഡോണ്ട് വറി, യു ആർ എ ചാമ്പ്യൻ, ഇതൊക്കെ ജസ്റ്റ് ഇതാണ്, യു ക്യാൻ കം ബാക്ക്, യു ക്യാൻ സ്കോർ ബിഗ് ഹൺഡ്രഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ ഒരു സ്നേഹമാണ് നമ്മളും ശ്രീയും തമ്മിൽ, ആ ഒരു ബ്രദർഹുഡ് ആണ് നമ്മൾ തമ്മിൽ. അപ്പൊ അതെപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ലൈക്ക് നമ്മൾ ഈ മാച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ്, എടാ നമുക്ക് പറ്റും. കാരണം നമുക്ക് ആ ഒരു പ്രതീക്ഷ, നമുക്കൊരു 70-30 ആണെങ്കിൽ പോലും നമുക്ക് ശ്രീ ഇപ്പൊ ദുബായിലാണ്. ദുബായിൽ നിന്ന് പുള്ളി രാവിലെ തന്നെ 6:30 വിളിച്ച് സംസാരിച്ചതും ഈ കാര്യമാണ്, നമുക്ക് പറ്റും എന്നുള്ളൊരു കാര്യം. യു ഹാവ് ഡൺ ഇറ്റ്. നമുക്ക് ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും തരുന്ന ഒരാളാണ് ശ്രീ. സോ വെരി ഹാപ്പി ശ്രീ എൻ്റെ ഒരു ജേർണിയിൽ എൻ്റെ പാർട്ടായതെന്നല്ല. ഞാൻ പല വീഡിയോസിലും കണ്ടപ്പോൾ ഒരു ഫാമിലിയിൽ കുറെ അലമ്പന്മാരുണ്ടാവും, നല്ല ഗുഡ് ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അലമ്പന്മാരുടെ ആയിട്ട് നിന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഞാൻ കണ്ട വീഡിയോയിൽ ഏതാ ഇവന്റ് എന്ന് എനിക്കറിയില്ല, പാട്ട് പാടാണ് നിങ്ങൾ ഒരു മൈക്കിന് ഫ്രണ്ട് എന്നിട്ട് ശ്രീ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോയി എന്തൊക്കെയോ കാണിക്കുന്നു, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പാട്ട് പാടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ അലമ്പന്മാരാണ്, ഒപ്പം തന്നെ അടിപൊളി ടീമുമാണ്. ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ഒരു ഇവന്റിനൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു? അല്ല, ലാസ്റ്റ് എനിക്ക് നമ്മളൊരു 1.5 മാസം നമ്മൾ ഒരുമിച്ച് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ ബ്രദർഹുഡ് തന്നെയാണ് നമ്മൾ ആ ഒരു ടീമിൽ ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്തത്. അപ്പൊ അവിടെ ആണെങ്കിൽ നമ്മൾ എവറി ഡേ മാച്ച് കഴിയുമ്പോഴാണെങ്കിലും ശ്രീയുടെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ടാവും. എപ്പോഴും പുള്ളിക്ക് അറിയുന്ന ഒരു കാര്യമാണ് മൈക്ക്. അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു മാച്ച് കഴിഞ്ഞിട്ടാണ് തോക്കുവാണെങ്കിലും ജയിക്കുവാണെങ്കിലും നമ്മൾ വന്നിട്ട് ശ്രീയുടെ റൂമിൽ പോയി നമ്മളെല്ലാവരും ആ ഒരു പാട്ട് പാടും. പിന്നെ മധുചേട്ടൻ ഉള്ളപ്പോൾ മധുചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു ടേൺ കഴിഞ്ഞ് അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട് എപ്പോഴും. അപ്പൊ അത് ഞാൻ പാടും, പിന്നെ ശ്രീ ഒരു പാട്ട് പാടി 2 പാട്ട് ശ്രീ പാടും, പിന്നെ മധുചേട്ടൻ ഉണ്ടെങ്കിൽ മധുചേട്ടൻ,
പിന്നെ നമ്മൾ ആരൊക്കെയാണ് അവിടെ ആ സമയത്ത് ഉള്ളത് അവരെല്ലാരും നന്നായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അലമ്പ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ നമ്മള് ഐ മീൻ ആ ഒരു എൻജോയ് കുറച്ചൊരു എൻജോയ് വൈബ് അത്രേ ഉള്ളൂ. കാരണം നമ്മള് ഇത് ലൈഫ് ഈസ് ഓൾ അബൌട്ട്, ഞാൻ പറയില്ല, നമുക്ക് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളിപ്പം ആരും ഒരിക്കലും നമ്മള് വർഷങ്ങളോ കഴിയുമ്പോഴും ആൾക്കാർ നമ്മളിപ്പോ ഈ ഫൈനൽ എത്തിയാലും നമ്മൾ ഈ ആ ഹെൽമെറ്റിന്റെ സ്റ്റോറി എപ്പോഴും ആൾക്കാർ പറയും, അതൊരു മെമ്മറിയാണ്. അപ്പൊ അങ്ങനത്തെ മെമ്മറീസ് ഉണ്ടാക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. കാരണം അതല്ലോ, ലൈഫ് ഈസ് ടു ഷോർട്ട്. നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിൽ തന്നെ പണ്ടൊക്കെ നമ്മുടെ അച്ഛനപ്പൂമാരൊക്കെ 100 വയസ്സ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതൊരു 65-70 വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ലൈഫ് ഈസ് ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ട് പോലെ തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ വലുതാണ്. ഈ തവണ നമ്മൾ കണ്ടുവന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ ഇന്റർനാഷണൽ കളികൾക്കാണ് ആൾക്കാർ മെനക്കെട്ട് ഹോട്ട്സ്റ്റാറും TV-യിലൊക്കെ ഇരുന്ന് കാണുന്നത്. പക്ഷെ ഇപ്പം ഡൊമസ്റ്റിക് കളി വന്നപ്പോൾ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് വന്നു. അവരുടെ ഒരു സപ്പോർട്ട് വലുതാണ്. എങ്ങനെയാണ് പ്രേക്ഷകരുടെ സപ്പോർട്ടിനെ കാണുന്നത്? അവിടെ ഈ പ്രാവശ്യം അവർ ഇത്രയും കേരള ക്രിക്കറ്റ് ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ നമുക്കറിയാം, ഇപ്പൊ നമുക്കിപ്പോൾ ഒരു കളി ജയിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു തവണ നമ്മൾ ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ലൈക്ക് ഇത് നമ്മുടെ വ്യൂവർഷിപ്പ് തന്നെ നമ്മൾ കണ്ടറിയാം എന്തോരം ആൾക്കാർ ആ കളി കണ്ടിട്ടുള്ള കാര്യം. അപ്പൊ ആ സമയത്ത് ചാമ്പ്യൻസ് ട്രോഫി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മാച്ചാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടതെന്നാണ് ആൾക്കാർ നമ്മൾ കാണുമ്പോഴൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും അവര്, കാരണം ഇതേമല്ല ഇപ്പൊ ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റിനെ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നുള്ള എൻ്റെ ഒരു ആസ് എ ക്യാപ്റ്റൻ എൻ്റെ ഒരു മാത്രം സ്വപ്നമായിരുന്നില്ല. അപ്പൊ ഇതിനു മുന്നേ കേരള ടീമിനെ ക്യാപ്റ്റൻ ചെയ്ത കുറേ ക്യാപ്റ്റന്മാരുണ്ട്, ഇപ്പൊ അസോസിയേഷനിലെ ഭാരവാഹികളുണ്ട്. അവരുടെ എല്ലാവരും സ്വപ്നമായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുക, രഞ്ജി ട്രോഫി ഒരു ഫൈനലിൽ കപ്പടിക്കുക എന്നുള്ളൊരു സ്വപ്നം. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ടീമിന് സാധിച്ചു. അപ്പം ഞാനിപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളുണ്ടായ ഒരു പ്രോഗ്രാമിലും കുറെ ക്യാപ്റ്റന്മാർ, പഴയ ക്യാപ്റ്റന്മാർ വന്നിട്ട് പറഞ്ഞതാണ്, എടാ ഞങ്ങളുടെ സ്വപ്നമാണ് ഈ നിങ്ങൾ എത്തി എന്നുള്ള കാര്യം. അതിൽ ഞങ്ങൾ ഭയങ്കര, കാരണം കണ്ണ് ഇമോഷനോടെയാണ് അവർ പറയണത്. അപ്പൊ അങ്ങനല്ല, അത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ടീം ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഈ ഒരു ടീമിന് അത് സാധിച്ചത്. ഇപ്പം ഇതിപ്പോ ഡ്രോ ആണെങ്കിലും കേരളത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് എന്നും ഇതൊരു വിജയം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ വിന്നേഴ്സ് ട്രോഫി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഫാമിലിനെ വിട്ടുപോകാൻ പാടില്ല. എങ്ങനെയുണ്ട് പേരൻസ് ഒക്കെ എന്ത് പറയുന്നു, എന്താണ് അവർക്ക്? വിഷമമുണ്ട്, ഞാൻ പറയില്ല, നമ്മൾ ആ ഒരു എത്തിയിട്ട്, കാരണം അവരും ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ കാണുന്നതാണ്. അപ്പം അവരുടെ ആ ഒരു, നമുക്കല്ലേ ഇപ്പൊ ഏതൊരു ക്രിക്കറ്റർ വളർന്നു വരുന്നതിനും അല്ലെങ്കിൽ സ്പോർട്സ്മാൻ വരുന്നതിനും അവരുടെ പേരൻസിന്റെ പങ്ക് ഭയങ്കരതാണ്. അവരുടെ സപ്പോർട്ടാണ് വലുത്. അപ്പൊ അവർക്കൊരു സങ്കടമുണ്ട്, അതുപോലെ തന്നെ പ്രൗഡുമാണ്. അവര് നമ്മള് പപ്പയായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഈവൻ മൈ വൈഫ്, എൻ്റെ മോനായിക്കോട്ടെ. അപ്പൊ മോനായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. നമ്മൾ കേരള ക്രിക്കറ്റിൽ വിൻ ചെയ്തപ്പോഴത്തേക്കും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവനും എൻ്റെ കൂടെ മാച്ച്, വൈഫും എൻ്റെ അന്നയും മോനും സ്റ്റീവും ഫൈനൽ കാണാൻ വേണ്ടി അവിടെ നാഗ്പൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ എല്ലാ ദിവസവും അവൻ ഒരു 3 ദിവസം വന്നു. അപ്പൊ ഞാൻ അന്ന് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനും ഭയങ്കര സങ്കടമായി. അപ്പൊ ലാസ്റ്റ് ഡേ അവൻ ഗ്രൗണ്ടിൽ പോലും വന്നില്ല, കാരണം നമുക്ക് ആ ട്രോഫി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടമായിട്ട്. അപ്പൊ ആ ഒരു അവരുടെ ആഗ്രഹമാണ് നമ്മൾ നേടണം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇനി നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഫൈനൽസിലെത്തി. സൺഡേ അതിന്റെ ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും ആണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ആര് വിജയിക്കും ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഇന്ത്യ തന്നെയാണ്. എങ്കിലും എന്താണ് പ്രതീക്ഷ? അല്ല, എപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം ഞാൻ പറയില്ല, ഇപ്പം അവര് മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് കളിച്ചത് ദുബായിലാണ്. അപ്പൊ ദുബായിൽ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു വിക്കറ്റ് കണ്ടീഷനും ആയിക്കോട്ടെ എല്ലാം അവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കൂടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളത് നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പം വരുൺ ചക്രവർത്തിയും കൂടെ ആ ഒരു ഇതിൽ ആഡ് ചെയ്തപ്പോഴത്തേക്കും 3 സ്പിന്നേഴ്സാണ് നമ്മളവിടെ കളിക്കുന്നത്. അപ്പൊ അതൊട്ടും ഈസി ആയിരിക്കില്ല. അപ്പം മറ്റേ ന്യൂസിലൻഡ് ടീമിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ്. സ്പിന്നേഴ്സായിട്ട് നമുക്ക് സാഡ്നർ ഇരിക്കുന്നു, പിന്നെ സച്ചിൻ രവീന്ദ്ര അല്ലെങ്കിൽ ബ്രേസ്വെൽ, അവരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു ടോപ്പ്, നമ്മുടെ സ്പിന്നേഴ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പിന്നേഴ്സ് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല ഫോമിലാണ്. ആ ടോപ്പ് 4 ഇവൻ രോഹിത് ശർമ്മ തൊട്ട് ശ്രേയസ് അയ്യർ, അത് കഴിഞ്ഞ് ഹർദിക് പാണ്ഡ്യ,
അക്ഷർ പട്ടേൽ അവരെല്ലാവരും നന്നായിട്ട് സ്കോർ അവർ കണ്ടെത്തുന്നുണ്ട്. നല്ലൊരു യൂണിറ്റ് ആണ് നമ്മുടേത്. അപ്പം നമ്മുടെ ടീം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും നമുക്ക് തന്നെയാണ്. ഈ സീരിയസ്നെസ് ഒക്കെ വിട്ടിട്ട് ചെറിയൊരു ഫണ്ണി ആയിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിൻ ബേബി എന്നുള്ള പേര് പേരൻസ് ഇട്ട ആയിരിക്കും, ചേഞ്ചസ് ഒന്നുമില്ല എങ്കിലും സച്ചിൻ ബേബി സച്ചിനോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്തിട്ട പേരാണ്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എൻ്റെ അമ്മയ്ക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് ഭയങ്കര ഫോളോ ചെയ്യുന്ന, പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു ആളായിരുന്നു അമ്മ. അപ്പം ഞാൻ ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും ആ ഒരു ഇന്റർനാഷണൽ ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു നെയിം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സച്ചിൻ എന്നുള്ളൊരു പേര് ഒരു പുതിയൊരു നെയിമാണ്, ആർക്കും അങ്ങനെ ഇട്ട് വന്നിട്ടില്ല, ഒരു ഫെമിലിയർ നെയിം അല്ല. അങ്ങനെ തന്നെയാണ് ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്, ആ ഒരു പ്ലെയറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സച്ചിൻ എന്നുള്ളൊരു പേര് വന്നത്. ഓക്കെ. കൂടെ തന്നെ ഞാനും സച്ചിൻ ബേബി എന്ന വ്യക്തിയിലും ഒരു കളിക്കാരനെ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. കാരണം ഞാനൊരു ഇടുക്കിക്കാരെയാണ്, ഭയങ്കര അഭിമാനമാണ് എനിക്കും. അപ്പം ഒപ്പം തന്നെ നമ്മുടെ ആളുകളുടെ, നമ്മുടെ ഇടുക്കിക്കാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇടുക്കി അല്ല, നമുക്ക് അല്ല ഒരു ഇമോഷനാണ്. നമ്മുടെ ടീം പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷനാണ് ഇടുക്കിയിലിടും. കാരണം ഇപ്പം എൻ്റെ ഒരു വലിയ സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഇടുക്കിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ എവരി ടൈം ഞാൻ ഇപ്പം എൻ്റെ വീട് അടിമാലിലാണ്. അപ്പോൾ അടിമാലിൽ പോകുമ്പോൾ പപ്പയും അമ്മയൊക്കെ അനിയത്തി എല്ലാം ഇപ്പം അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ഉള്ളിൽ. നമ്മൾ ആ ഒരു ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ ആ നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞ് വാൾറ കഴിഞ്ഞ് ആ ഒരു വനത്തിലൂടെ പോയി വീട്ടിലെത്തി അവിടെ നിന്ന് കുറെ നാളെ ശേഷം വരുമ്പോഴത്തേക്കും പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സങ്കടമാണ്, നൊസ്റ്റാൾജിയ ഒരു ഫീലിംഗ് വരും. പിന്നെ നമ്മൾ ഇവിടെ എത്തി ഒരു കുറച്ച് 2 ദിവസം കഴിയും അതൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടുക്കിയിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ എപ്പോഴും അടിമാലിലുള്ള എല്ലാ എൻ്റെ പപ്പയുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യും ഇങ്ങനെ നമ്മളെല്ലാവരും പ്രൗഡാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പം ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഹൈദരാബാദ് പോകുന്നതുകൊണ്ട് എനിക്കിപ്പം എല്ലാ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എനിക്കും സങ്കടമാണ് നേര്യമംഗലം കാട് കഴിയുമ്പോഴത്തേക്കും. അതും ഈ പറയുന്ന പോലെ 2 ദിവസം കഴിയാണ് ഇവിടെ വന്ന് സെറ്റാണ്. ഇപ്പം ഇവൻ ക്ലൈമറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അപ്പം അതേപോലെ തന്നെ സച്ചിൻ ഒരു നല്ല കലാകാരൻ കൂടിയാണ്, ക്രിക്കറ്റ് മാത്രമല്ല എന്ന് എനിക്കറിയാം. നന്നായിട്ട് പാട്ട് പാടൂല്ലേ? ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്, എന്നാലും നമുക്ക് വേറൊരു വേദിയിൽ നമുക്ക് എന്തായാലും പാട്ട് പാടുമെന്ന് അറിയാം. പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ പാട്ട് പാടാൻ അത് പറയുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു വേണ്ട എന്നുള്ളത്. ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള കളിക്കാരുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവും, സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പം അതില് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്ന ഒരാളുടെ വേർഡ്സ് എന്തായിരിക്കും? അത് ഇതുവരെ ഫോളോ ചെയ്യുന്നുണ്ടോ? അത് ആരുടെ വേർഡ്സ് ആയിരിക്കും? അത് ഞാനിപ്പം എനിക്ക് പേഴ്സണലായിട്ട് എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ RCB ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കളിച്ചപ്പോഴായിക്കോട്ടെ, എന്നെ ആ ഒരു ടീമിലോട്ട് സെലക്ട് ചെയ്തതും എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്ലേയിങ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്തതും വിരാട് കോഹ്ലി തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു നമ്മളിപ്പം ജിമ്മിലാണെങ്കിലും നമ്മൾ ഓൺ ദി ഫീൽഡ് ആണെങ്കിലും ചെയ്യുന്ന ഒരു എഫേർട്ടിന്റെ ഒരു ഇതായിട്ടാണ് ചെയ്തത്. അപ്പൊ അന്ന് വിരാട് കോഹ്ലി പറഞ്ഞ ഒരു കാര്യമാണ്, എന്ത് കാര്യം ചെയ്താലും ഒരു 120% ആ എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യണം, കാരണം നിനക്ക് അത് പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു കാരണം പുള്ളിയുടെ വർക്ക് എത്തിക്സ് ഭയങ്കര നമ്മളെല്ലാവരും പുറത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പേഴ്സണലി കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ എനിക്കൊരു 2016 ശേഷമാണ് ഞാൻ ഇപ്പം ചെയ്യുന്ന വർക്ക് എത്തിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഡബിൾ ആക്കിയത് ആ ഒരു വിരാട് കോഹ്ലിയുടെ കളിച്ച പിന്നെ കൂടെയാണ്. കാരണം അദ്ദേഹം ടീമിന് അല്ലെങ്കിൽ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അത് പേഴ്സണലി നമ്മൾ വിരാട് കോഹ്ലി പറയേണ്ട ആവശ്യമില്ല, കാരണം എക്സാമ്പിൾ ആയിട്ട് മുന്നിൽ നിന്ന് ചെയ്യുകയാണ്, നമ്മളത് കണ്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ അത് ഞാൻ നമ്മുടെ കേരള ടീമിലായിക്കോട്ടെ ഞാൻ എല്ലാ ക്രിക്കറ്റേഴ്സിനും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഹാർഡ് വർക്കിനെ ഒന്നിലും നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുടെ കൂടെയാണ് എപ്പോഴും മുകളിലുള്ള ഓൾ മൈ ടീം അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവരെ തന്നെയായിരിക്കും കാര്യം. അപ്പൊ അതൊക്കെ ഞാൻ പേഴ്സണലി കണ്ടു പഠിച്ച ഒരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോഴും ഞാൻ എന്നുവരെയും ക്രിക്കറ്റിന്റെ ഒരു ലാസ്റ്റ് ഡേ വരെ ഞാൻ അത് ഫോളോ ചെയ്യും. ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പൊ കുട്ടികളുടെ ഒരു അക്രമവാസന, അതേപോലെ തന്നെ ഡ്രഗ്സിന്റെ യൂസേജ്, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്ലെയർ എന്ന നിലയിൽ ഇതിനെപ്പറ്റി എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല, അത് നമ്മളത് ലാസ്റ്റ് ടൈം നമ്മൾ ഗുജറാത്തിൽ നിന്നപ്പോഴാണ് ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഹേർട്ടായി. കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം നമ്മുടെ മനോരമയുടെ ഒരു ലഹരി വിമുക്ത അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഞാനിപ്പോ. അപ്പോൾ അതിന്റെ ഒരു ഇതിൽ നമ്മൾ കുറെ മീറ്റിംഗിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു ലഹരി വിമുക്ത ഒരു കേരളം എന്ന സ്വപ്നം. അപ്പൊ അതിന്റെ ഒരു യാത്രയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ എന്നതിലേക്ക് എനിക്ക് എപ്പോഴും
എൻ്റെ ആ ഒരു ഫീൽഡ് തന്നെയാണ് എൻ്റെ എപ്പോഴും ഞാൻ പറയില്ല, നമുക്ക് ഒരു ഉണർവ് തരുന്നത് എപ്പോഴുമാണ്. ഇപ്പം നമ്മളൊരു ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പോയി ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ലേസിനെസ് മാറ്റി നമ്മൾ ഡബിൾ ആവുകയാണ്. അപ്പം ഞാൻ എല്ലാവരോടും, ഇപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും എല്ലാ കുട്ടികളോടും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു അല്പനേരത്തെ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം യൂസ് ചെയ്യുന്നത്. കാരണം ഈ നമ്മുടെ ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ടത്തെക്കാലൊക്കെ ഇപ്പൊ അതിന് കുറവാണ്, 70 years ആണ്. അപ്പൊ നിങ്ങൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ സാധനം വീണ്ടും കുറയുകയാണ്. നമ്മള് ആസ് എ ഒരു അത്ലീറ്റ് എനിക്ക് പറയാൻ പറ്റും ഷുഗർ എന്തോരും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പക്ഷെ നമ്മളെല്ലാവരും ഷുഗർ എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഷുഗർ തന്നെ എത്രയും ഡേഞ്ചർ ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ പദാർത്ഥങ്ങൾ എന്തോരം ഡേഞ്ചർ ആവണമെന്ന് നമുക്കത്, കാരണം നമുക്ക് ഇതുപോലത്തെ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. യു ഷുഡ് നോട്ട് ഹാവ് ഇറ്റ് എന്നുള്ളൊരു കാര്യം. ഈവൻ ഇപ്പോൾ ഒരു സ്മോക്കിംഗ് തന്നെയാണെങ്കിലും നമ്മൾ എത്ര നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ദൈവം എല്ലാവർക്കും ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് മനസ്സിലാക്കി ആ ഒരു ടാലന്റ് പോളിഷ് ചെയ്ത് നിങ്ങൾ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ദേശത്തിനും വലിയൊരു അഭിമാനമാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പം ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊക്കെ വെട്ടിക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് നമ്മളെ മാതാപിതാക്കളെയാണ് നമ്മൾ പ്രൗഡാക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ മാതാപിതാക്കളെ പ്രൗഡാക്കി നമ്മൾ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, സിനിമയിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടെന്നറിയാം. സിനിമ സ്വാധീനിക്കുന്നുള്ള ഒരു ചർച്ചയാണ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്കാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും സിനിമ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, സിനിമയില് അക്രമം മാത്രമല്ലല്ലോ. കാരണം അവിടെ ലവ് ഉണ്ട്, അവിടെ ഫാമിലി ഉണ്ട്, ഫാമിലി സ്റ്റോറീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതും ചെയ്തുകൂടെ? അവിടെയും നന്മയുണ്ടല്ലോ. അവിടെയും ഇപ്പം എത്ര സിനിമയുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് നമുക്ക് ആ ഒരു ടൊബാക്കോ യൂസേജ് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അത് കുറയ്ക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അത് കുറച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം വാട്ട് യു സീ ആണല്ലോ നമ്മൾ മൈൻഡിലോട്ട് കയറുന്ന സംഭവം. അപ്പൊ അത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പം നമ്മുടെ മാർക്കോ ചെയ്ത ഷെരീഫൊക്കെ എൻ്റെ വലിയൊരു ബ്രദർഹുഡ് ഒരാൾ തന്നെയാണ്. അപ്പൊ ഇന്നലെ ഷെരീഫിക്കയുടെ ഒരു ഇത് കണ്ടു, ഇനി ഞാൻ അങ്ങനത്തെ ഒരു പടങ്ങൾ ചെയ്യില്ല. അപ്പം ഉണ്ണിക്കാണെങ്കിലും കുറെ നെഗറ്റീവ് സൈഡ് ആ ഒരു സിനിമ ഉണ്ട്, പക്ഷെ പോസിറ്റീവ് ഉണ്ട്. ഇല്ലാന്നല്ല, ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സൈഡാണ്. അതെ, അത് പറയില്ല, അത് വരും, എന്തായാലും വരും. പക്ഷെ നമ്മൾ അങ്ങനെ ആവണം എന്ന് വിചാരിച്ച് ആരും ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പം ഇന്നലെ ഷെരീഫിക്കയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ കണ്ടു, ഇനി ചെയ്യില്ല. അത് തന്നെ പുള്ളിയുടെ ഒരു മനസ്സാണ്, അത് ഉള്ളിൽ നിന്ന് വന്നൊരു സംഭവമാണ്. അപ്പൊ അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഏറ്റവും അടുത്ത് കണ്ട മലയാള സിനിമ ഏതായിരിക്കും? ലേറ്റസ്റ്റ് ആയിട്ട് ചാക്കോച്ചന്റെ ആ ഒരു മൂവിയാണ്. അപ്പൊ നമ്മളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് കണ്ടത്. അപ്പം ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞു നല്ല സിനിമയായിരുന്നു പറഞ്ഞു. ഭയങ്കരമായിട്ട് നമ്മൾ ക്രിക്കറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഫ്രീ ടൈം കിട്ടാൻ ഫസ്റ്റ് കാണുന്ന സിനിമയാണ്. അപ്പം ഞാനൊരു ഇഞ്ചുറി ആയിട്ട് ഞാനൊരു 50 days ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതിന് പോകുന്നതിന് മുന്നേ. അപ്പം ഞാൻ എല്ലാ ദിവസവും എല്ലാ തേഴ്സ്ഡേയും ഫസ്റ്റ് നമ്മൾ ഫോറം മാളിൽ പോയിട്ട് നമ്മൾ ആ ഒരു സിനിമ ഞാനും ഫാമിലി ഫസ്റ്റ് ഡേ തന്നെ കാണാം. സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ലാലേട്ടനാണ് നമ്മുടെ ജീവൻ എപ്പോഴും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസവും ലാലേട്ടൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സിനിമ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. അഭിനയം മോഹമുണ്ടോ? അല്ല, ഞാൻ പ്രിയൻ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം എന്നുള്ളത് പണ്ട് ചോദിച്ചതാണ്, ഫസ്റ്റ് വരെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക്. അപ്പം നീ ആദ്യം കളിക്ക്, എന്നിട്ട് കളി കഴിഞ്ഞിട്ട് വാ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുകൂടെ ചോദിച്ചു നോക്കിയാൽ ചിലപ്പോ മാച്ച് ഇപ്പൊ ഞാൻ കുറച്ച് ഇതാണ്. പക്ഷെ ഞാൻ എന്തായാലും കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇപ്പൊ നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മള് ട്രൈ ചെയ്യും. നമുക്ക് ഇനി അതോടെ പ്രതീക്ഷിക്കാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.